പോത്തുപോലെ ഉറങ്ങാനായിരിക്കും നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഫോണും പിടിച്ച ഒരു കിടപ്പുണ്ട്. 2 മണിയും 3 മണിയൊക്കെ നമ്മൾ കാണും. എത്ര വിചാരിച്ചാലും ഉറക്കം വരില്ല. ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് എന്നൊക്കെ ബോധമുണ്ടെങ്കിൽ തന്നെയും ഉറക്കം വരാറില്ല. പക്ഷേ നല്ല ആയാസമുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടോ? അവർ കറക്റ്റ് 10 മണിക്ക് കയറി കിടന്ന് ഉറങ്ങും. കാരണം അവരുടെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, നാളെ രാവിലെ എണീറ്റ് പണിക്ക് പോകണം. ആ ഒരു ദിവസത്തെ മുഴുവൻ പണി ചെയ്തതിൻ്റെ ക്ഷീണവും താങ്ങിക്കൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നത്. പലപ്പോഴും ഉറക്കമില്ലായ്മയ്ക്ക് ഒരു കാരണം നമുക്കധികം പരിശ്രമങ്ങളില്ലാത്തത് കൊണ്ടാവാം. പ്രത്യേകിച്ച് സ്റ്റുഡൻസിലൊക്കെയാണ് ഉറക്കമില്ലായ്മ കാണുന്നത്. അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന IT ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ ഉറക്കം കുറവായിരിക്കും. കാരണം ശരീരത്തിനധികം ആയാസം കിട്ടുന്നില്ല, വ്യായാമം കിട്ടുന്നില്ല. ശരീരം അനങ്ങിയുള്ള ജോലിയല്ല, ഇരുന്നുള്ള ജോലിയാണ്. സ്റ്റുഡൻസ് ആണെങ്കിലും അത് തന്നെ. അപ്പോൾ ശരീരത്തിന് ആയാസം വന്നാൽ മാത്രമേ ശരീരം ക്ഷീണിക്കുള്ളൂ. ക്ഷീണം വന്നാലേ നമുക്ക് സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു IT ഫീൽഡ് പോലത്തെ ഫീൽഡ് ആണെങ്കിൽ തന്നെ ചെയ്യേണ്ടത് വൈകുന്നേരവും രാവിലെയും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ല കഠിനമായിട്ടുള്ള വ്യായാമം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ഒന്നും എടുത്ത് ഉയർത്തേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു സ്വിമ്മിങ്ങിനോ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ നടക്കുക, അതല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് അത്യാവശ്യം പ്രോസസ്സൊക്കെ ചെയ്യുക, അതല്ലെങ്കിൽ യോഗ ഒരു അരമണിക്കൂർ ചെയ്യുക, അതല്ലെങ്കിൽ വീട്ടിലെ തറ ഇങ്ങനെ തുടയ്ക്കുക. എങ്ങനെയാണെങ്കിലും ആയാസമുള്ള ഒരു ജോലി ചെയ്താൽ തന്നെ നല്ലൊരു വ്യായാമമാകും. അതിനുശേഷം നിങ്ങളൊന്ന് 10 മണിക്ക് കിടന്ന് നോക്കൂ. ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫോൺ ആ പരിസരത്തുണ്ടാകാൻ പാടില്ല. ഇന്നത്തെ കാലത്തെ ഉറക്കമില്ലായ്മയ്ക്ക് പ്രധാന വില്ലൻ ഫോണാണ്. ഫോണിൻ്റെ സ്ക്രീൻ ടൈം അനുസരിച്ച് നമ്മുടെ ഉറക്കവും നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് 10 മണിയാകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ വെക്കുക. സൈലൻ്റ് ഒന്നുമല്ല, സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ വെക്കുക. കൈ എത്താത്ത ദൂരത്ത് മാറ്റി വെക്കുക. ഫോൺ നമുക്ക് ഉറക്കം വന്നില്ലെങ്കിൽ എടുക്കാൻ പാകത്തിൽ ഒരിക്കലും വെക്കരുത്. നടന്നു പോയി എടുക്കുന്ന രീതിയിൽ മാറ്റി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങി തുടങ്ങും. ഇന്നിപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കരുതിയിട്ട് ഉറക്കം വരണമെന്നില്ല. നിങ്ങൾ ഉറക്കം വരുന്നിടം വരെ ഉണർന്ന് കിടക്കുക. ഒരാഴ്ച ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ദിവസവും കൃത്യസമയമാകുമ്പോൾ നിങ്ങൾ പോത്തുപോലെ ഉറങ്ങിയിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത്. അങ്ങനെ കിടന്നാലും ഉറക്കത്തിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് പോകും, അല്ലെങ്കിൽ ഉറക്കം വരില്ല. നമ്മളെ പൊസിഷൻ മാറ്റുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ 2 തലയണ നമ്മുടെ 2 സൈഡിലായിട്ട് കിടക്കുക. നമ്മൾ മലർന്ന് കിടക്കുക, എന്നിട്ട് 2 സൈഡിലായിട്ട് 2 തലയണ വെച്ച് സ്റ്റഡി ആയിട്ടാണ് കിടക്കുക. അല്ല നിങ്ങൾക്ക് ചരിഞ്ഞാണ് കിടക്കാൻ ഇഷ്ടമെങ്കിൽ ചരിഞ്ഞ് കിടന്നിട്ട് 2 സൈഡിലും തലയണ വയ്ക്കുക. ആ പൊസിഷൻ ആ സമയത്ത് മാറരുത്. ഉറങ്ങി വരുമ്പോൾ നിങ്ങൾ പതിയെ ഈ തലയിണയൊക്കെ തള്ളി മാറ്റി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നോളും. ഉറങ്ങുന്നതിന് മുമ്പ് ഒരേ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഉറങ്ങിപ്പോയിക്കോളും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പല്ല ആഹാരം കഴിക്കേണ്ടത്. 2 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കുക. കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് പിന്നീട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഡൈജഷൻ്റെ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയെല്ലാം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വർക്ക് ചെയ്തതിനനുസരിച്ച് നമ്മുടെ ഉറക്കം കുറയും. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം വർക്ക് ചെയ്ത് റെസ്റ്റ് കൊടുക്കാനുള്ള സമയമാണ് ഈ 2 മണിക്കൂർ. ആ സമയത്താണ് ഉറങ്ങേണ്ടത്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും രാത്രി ഹെവി ഫുഡായിരിക്കും അല്ലേ. ലൈറ്റാണ് അല്ലെങ്കിൽ ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഫുഡുകളെല്ലാം നമുക്ക് ഹെവിയാണ്, നമ്മുടെ ശരീരത്തിന് ഹെവിയാണ്. പലപ്പോഴും ഒരു ഷവർമയോ ഒരു ബർഗറോ അല്ലെങ്കിൽ ഒരു ഷവായിയോ ഒക്കെ ആയിരിക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ഇരട്ടി ജോലിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം വരികയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു മെഡിസിൻ കഴിക്കണം എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആയുർവേദത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ക്ഷീരബലം 101 വാങ്ങിക്കുക. പറ്റുമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം വാങ്ങിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ക്ഷീരബലം 101 ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് നെറുകയിലും ഒരു ഡ്രോപ്പ് 2 ഉള്ളം കൈയിലും അതേപോലെ ഉള്ളം കാലിലും വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഒരു മൈൽഡ് മസാജ് കൊടുക്കുക. എന്നിട്ടൊന്ന് ഉറങ്ങി നോക്കുക. ഇത് ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ കുളിക്കുമ്പോൾ നല്ലതുപോലെ സാദാ വെളിച്ചെണ്ണ ആയാലും മതി. അതല്ലെങ്കിൽ തലനീരിറക്കം ഉണ്ടാക്കാത്ത എന്തെങ്കിലും ഒരു ഹെയർ ഓയിൽ നന്നായിട്ട് തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക. അതേപോലെ ബോഡിയിൽ നമ്മുടെ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. കാലിൻ്റെ അടിവശം, ഉള്ളം കൈ, അതെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കുക. അത് രാത്രിക്ക് മുമ്പ് വേണം, സന്ധ്യയ്ക്ക് മുമ്പ് വേണം ഇത് ചെയ്യേണ്ടത്. രാത്രി കുളിക്കാൻ പാടില്ല. ഏത് പ്രായക്കാരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും ഫലമുണ്ടാവും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതിന് കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി.